പ്രൈസ് ദി ലോർഡ്. പന്തളം അപ്പോസ്തോലിക് മിനിസ്ട്രിയുടെ അപ്പോസ്തോലിക് മീഡിയ ചെയ്യുന്ന ഡെയിലി മന്ന എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വാക്യം സങ്കീർത്തനങ്ങൾ 2:12 വാക്യമാണ്. അതിങ്ങനെ വായിക്കുന്നു: അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. അടുത്ത വാക്യം ഇങ്ങനെയാണ്: അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും, അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു കർത്താവിനെ ദൈവവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നതിനെക്കുറിച്ചാണ് ഈ സങ്കീർത്തനം പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ എന്ന്. അപ്പോൾ പുത്രനെ ചുംബിപ്പീൻ എന്ന് വെച്ചാൽ രണ്ട് സ്നേഹിതന്മാർ തമ്മിലുള്ള ചുംബനമല്ല ഇത്. എന്നാൽ മുടിയനായ പുത്രൻ തിരിച്ചു ചെല്ലുമ്പോൾ അപ്പൻ അവനെ ആശ്ലേഷിക്കാനായിട്ട് ഓടി വന്ന് തൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഈ ചുംബനത്തിന് വിധേയനായി നിൽക്കുന്ന ഒരു പുത്രനെയാണ്, അതായത് മുടിയനായ പുത്രൻ വിധേയപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. അപ്പോൾ അവൻ്റെ മനസ്സിലുള്ള ചിന്ത എന്താണെന്നറിയാമോ? അപ്പാ, ഞാൻ ഇതിനൊന്നും യോഗ്യനല്ല, ഞാൻ നിന്നിൽ നിന്നും തെറ്റി വളരെ അകന്നുപോയി. എന്നാൽ നിൻ്റെ ജോലിക്കാരനായിട്ടെങ്കിലും എന്നെ സ്വീകരിക്കണമേ എന്നുള്ള ഒരു വിധേയത്വത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഏൽപ്പിച്ചു കൊടുക്കലിൻ്റെ സമർപ്പണത്തിൻ്റെ ചുംബനത്തിലാണ് പുത്രൻ, അതായത് ആ പുത്രൻ നിൽക്കുന്നത്. എന്നാൽ അപ്പൻ സ്നേഹമുള്ള ഒരു അപ്പനായിട്ട് അവനെ കാത്തിരുന്ന് അങ്ങനെ ദൂരെ നിന്ന് വന്ന ആ ക്ഷീണിച്ച് വലഞ്ഞു വന്ന തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാകും സാധാരണഗതിയിൽ, അങ്ങനെ ഒരു വേഷത്തിലൊക്കെയാണ് വരുന്നത്. എന്നിട്ടും അപ്പൻ കാത്തിരുന്ന് അവനെ സ്വീകരിച്ചതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? പുത്രന് വിധേയപ്പെടുക. എന്തിനു വേണ്ടിയിട്ടാണ് പുത്രന് വിധേയപ്പെടുന്നത്? കോപം, അതായത് ദൈവകോപം നിങ്ങളുടെ മേലുണ്ടാകാതിരിക്കാനായിട്ട് നിങ്ങൾ യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കണമെന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ മനോഭാവം ഒരു വിധേയത്വത്തിൻ്റെ അല്ലെങ്കിൽ സമർപ്പണത്തിൻ്റെ ഒരു ചുംബനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്നവരായ നമ്മെ എന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്നും അകന്നു പോയിരുന്ന നമ്മെ, അപ്പം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതാണ് വാസ്തവത്തിൽ മരണമെന്ന് പറയുന്നത്. നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞുവെങ്കിലും ആദാം നൂറ്റാണ്ടുകളോളം ജീവിച്ചിരുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എന്താണ് സംഭവിച്ചത്? അവിടെ ദൈവത്തിൽ നിന്നും അകൽച്ചയുണ്ടായി, ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ദൈവ തേജസ് നഷ്ടപ്പെടുന്നതാണ് വാസ്തവത്തിൽ മരണമെന്ന് പറയുന്നത്. അപ്പോൾ തൻ്റെ പുത്രനെ ഈ ലോകത്തിന് നമുക്ക് തന്നത് എന്തിനാണ്? നാം അവനിൽ വിശ്വസിച്ചിട്ട് വീണ്ടും ആ തേജസ്സിലേക്ക് മടങ്ങി വരുവാനാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് പറയുന്ന ഒരു സങ്കീർത്തനമാണ് ഈ 2-ാം സങ്കീർത്തനം. അപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്നും കൂടെ നമുക്ക് വചനത്തിൽ നിന്നും നോക്കാം. എന്താണ് സംഭവിക്കുന്നത്? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3:36 പറയുന്നു: പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേയുള്ളൂ എന്ന്. ഇനി അനേക വേദഭാഗങ്ങളുണ്ട്, എങ്കിൽ തന്നെയും ഒരെണ്ണം കൂടെ ഞാൻ വായിക്കുകയാണ്. 2 തെസലോനിക്കർ 1:7-8 വാക്യങ്ങൾ: ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ.
അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ദൈവത്തെ, പുത്രനെ അംഗീകരിച്ച് അവനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുക എന്നതാണ് ഇവിടെ നാം മറ്റുള്ളവരോട് പറയേണ്ട സുവിശേഷവും. ദൈവം ഇതിനു വേണ്ടി ഓരോരുത്തർക്കും അവസരം തന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇത് കൃപായുഗമാണ്. കൃപായുഗമെന്ന് വെച്ചാൽ കർത്താവിൻ്റെ ക്രൂശിൽ നമ്മൾ വിശ്വസിച്ച് അവൻ്റെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ മുദ്രണം ചെയ്യുന്നു. നാം പിതാവിൻ്റെ ആ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുന്നു. അങ്ങനെ നാം ദൈവ മക്കളായി തീരുന്നു. ഇതുതന്നെയാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ തന്നെ ഇത് പറയുന്നുണ്ട്. വിശ്വസിക്കുന്നവർക്ക് താൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തുവെന്ന്. അപ്പോൾ ഈ വീണ്ടും ജനനം, അതായത് ദൈവത്തിൽ സമർപ്പിക്കുക എന്ന് വെച്ചാൽ പുത്രനിൽ വിശ്വസിച്ച് രക്ഷപ്പെടുക അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുക, പാപത്തിൽ നിന്നും രക്ഷിക്കപ്പെടുക, ദൈവമക്കളായി തീരുക എന്നുള്ളതാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. ഈ വചനത്താൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദ ലോർഡ്.